ബ്രിട്ടീഷുകാർക്ക് നൽകിയ രഹസ്യരേഖയിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിനെയും നേതാക്കളെയും ക്വിറ്റ് ഇന്ത്യ സമരത്തെയും പീപ്പിൾസ് വാർ എന്ന തങ്ങളുടെ പ്രസിദ്ധീകരണത്തിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്കിന് പരിഹസിച്ചു. മുൻപ് ഗാന്ധിജിയെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും അപലപിച്ചത് ബ്രിട്ടനെ ഉടനടി ആക്രമിക്കാതിരിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടനെ യുദ്ധത്തിൽ പിന്തുണയ്ക്കാത്തതിനായിരുന്നു ആക്ഷേപം. ഇല്ലാത്ത ജാപ്പനീസ് ആക്രമണത്തിന്റെ പേര് പറഞ്ഞ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ നിന്ദിക്കാനും പരിഹസിക്കാനും അവർ തയ്യാറായി. കേരളത്തിലെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. 1942 ഒക്ടോബർ 4 ദേശാഭിമാനിയിൽ പി കൃഷ്ണപിള്ള സുഭാഷ് ബോസിനെ നിന്ദ്യനായ വഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ചു. സുഭാഷ് ബോസിനെ ജപ്പാന്റെ കാൽനക്കിയായും അഞ്ചാം പത്തിയായും ഫാസിസ്റ്റായും മുദ്രകുത്തി. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ വിളിച്ച മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ, ജപ്പാൻകാരുടെ കാൽനക്കി.